1 മില്യണോ? എന്താടാ 1 മില്യൺ അടിച്ചത് നീ? ആ, നീ ദുബായ് ജയില് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കാണിച്ചരാ. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞത് മറ്റേ കോർപ്പറേറ്റ് ടാക്സ് അടക്കാൻ. അതെന്താ? പിഴ വന്നിക്കണ്. അറബിയൊന്നും വരുന്നില്ല വയലിൽ. 1 മില്യൺ പിഴ അടക്കാന്ന്, കോർപ്പറേറ്റ് ടാക്സ് അടക്കാന്ന്. ഞാനേ പെട്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. 1 മില്യൺ ഫിക്സഡ് ആയിട്ട് നിങ്ങൾ പിഴ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ടാക്സ് വെട്ടിച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് പെനാൽറ്റിയാണ് വരുന്നത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പെനാൽറ്റി, ഒന്ന് ടാക്സ് ഇവേഷൻ പെനാൽറ്റി. ഈ അഡ്മിനിസ്ട്രേറ്റീവ് പെനാൽറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരെ കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ കൊടുക്കാതെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ഈ ഒരു ഫൈൻ. ഇപ്പൊ നമ്മളെ ടാക്സ് എത്ര, ഒരു 100,000 ആണ് ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ 200% ആണ് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടത് ഫൈനായിട്ട്. അതായത് 300K. രണ്ടാമത്താണ് ഏറ്റവും വലിയ ക്രിട്ടിക്കൽ, അതായത് ടാക്സ് ഇവേഷൻ പെനാൽറ്റി. അത് ഫിക്സ്ഡ് ആയിട്ട് 1 മില്യൺ ആണ് നമുക്ക് പെനാൽറ്റി ആയിട്ട് വരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ തരുന്ന റെക്കോർഡ്സിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യേ, അൾട്ടർ ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും ഇന്റൻഷ്യലി ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് 1 മില്യൺ പെനാൽറ്റി വരും. പിന്നെ 300,000 ദിർഹംസ്. അങ്ങനെ ടോട്ടൽ 1.3 മില്യൺ പ്ലസ് നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് 100,000 ദിർഹംസ് കൂടിയിട്ട് 1.4 മില്യൺ. നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 9% മാത്രമുള്ള കോർപ്പറേറ്റ് ടാക്സ് അത് പേ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ യുഎയിലുള്ള എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.